एक पॉइजनस गैस चैम्बर में तब्दील हो जाता है। चारों तरफ मृत पड़े लोगों और बच्चों की तस्वीरों से भारत में हल्ला मच जाता है। वही आजादी के बाद रोजगार का सपना देख रही जनता के लिए ये इंसिडेंट कैटास्ट्रॉफी साबित होता है। सिर्फ एक ही रात में 3000 से ज्यादा बेकसूर लोग मौत के मुंह में चले जाते हैं और कुछ दिन में ये आंकड़ा 15 से 20 हजार के पार पहुंच जाता है। आदमी, औरतें, बच्चे, जानवर, कीट पतंगे, सबके सब जो भी इस गैस के कांटेक्ट में आए। ഭോപ്പാൽ എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഓർമ്മ വരിക? ആകാശം മുട്ടി ഉയരുന്ന വിഷപ്പുകയോ, ഒരിറ്റ് ഓക്സിജന് വേണ്ടി കഴുത്തു നീട്ടുന്ന മനുഷ്യരോ, ജീവനറ്റ് വെള്ള പുതച്ച ശവക്കൂനകളോ, ഇനിയും കണ്ടുതീരാത്ത ലോകത്തെയോർത്ത് പിടഞ്ഞു മരിച്ച് മണ്ണു മൂടിയ കുഞ്ഞിന്റെ തുറന്ന കണ്ണുകളിലെ കരിനീല കൃഷ്ണമണികളോ? കൃത്യം 41 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കോർപ്പറേറ്റ് വ്യാവസായിക ദുരന്തം. ലോകത്ത് തന്നെ വ്യവസായ ദുരന്തങ്ങളുടെ കണ്ണീരണിഞ്ഞ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്ന ദുരന്തം. 1984 ഡിസംബർ 3 പാതിരാവിലാണ് ഈ ഭോപ്പാലിൽ ദുരന്തം നടക്കുന്നത്. 40 ടണ്ണോളം മീഥൈൽ ഐസോസൈനേറ്റ് വാതകമാണ് അന്ന് ആകാശത്തേക്ക് പടർന്നു കയറിയത്. 5000-ഓളം പേരുടെ ജീവനാണ് അന്നവിടെ പിടഞ്ഞു വീണത്. ആ വിഷപ്പുകയെ അതിജീവിച്ചവർ പിന്നെ ജീവിതത്തിൽ നിത്യരോഗികളായി മാറി. അന്ന് തൊട്ട് ഇന്നോളം കേന്ദ്രം ഭരിച്ചവർ ഈ ദുരന്തത്തിന്റെ ഇരകളെ എങ്ങനെ പരിചരിച്ചു എന്നത് ചോദ്യചിഹ്നം മാത്രമായി അവശേഷിക്കുന്നു. ഇതിന് കാരണമായ യൂണിയൻ കാർബൈഡ് കമ്പനിക്ക് തുടക്കം മുതലേ കോൺഗ്രസ് തലോടി പോന്നിരുന്നു. അന്നത്തെ ചെയർമാൻ വാറൻ ആൻഡേഴ്സൺ 10 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ വെച്ച് അന്തരിച്ചു. അയാളെ ഒരിക്കൽ പോലും ഇന്ത്യയിലെത്തിക്കാൻ കേന്ദ്ര സർക്കാരുകൾക്ക് സാധിച്ചില്ല. യൂണിയൻ കാർബൈഡ് ഇപ്പോഴും പിടികിട്ടാത്ത കമ്പനിയായി തുടരുന്നു. പക്ഷേ അവരുടെ മാതൃ കമ്പനിയായ ഡൗ കെമിക്കൽസിനെ സംരക്ഷിക്കുന്ന നയമാണ് BJP സർക്കാർ പിന്തുടരുന്നത്. BJP സർക്കാർ ഈ കമ്പനിക്കെതിരായ ക്രിമിനൽ കുറ്റങ്ങൾ ലഘൂകരിച്ചു. ഇരകളുടെ പുനരധിവാസ നടപടികൾ തടഞ്ഞു. കമ്പനി ഇരകൾക്ക് നൽകേണ്ട നഷ്ടപരിഹാര ശ്രമങ്ങൾ ദുർബലപ്പെടുത്തി. മാതൃ കമ്പനിയായ ഡൗ കെമിക്കൽസിന് ഇന്ത്യയിൽ വീണ്ടും പ്രവർത്തിക്കാൻ അവസരം മോഡി സർക്കാർ നൽകി. മുതിർന്ന BJP നേതാക്കൾ നിർണായക നിയമഘട്ടങ്ങളിലെല്ലാം ഇടപെട്ടു. BJP പുനരധിവാസ മന്ത്രിയായിരുന്ന ബാബുലാൽ ഗൗർ ചെറിയ തുക നൽകി ഇരകളെ കബളിപ്പിച്ചു. LK അദ്വാനി കേന്ദ്ര ആഭ്യന്തര മന്ത്രി ആയിരിക്കെയാണ് കമ്പനിക്കെതിരെ ചുമത്തിയ നരഹത്യാ കേസ് വ്യാവസായിക അശ്രദ്ധയാക്കി മാറ്റാൻ കോടതി കയറിയത്. ഡൗ കെമിക്കൽസിനെ ഈ ദുരന്തത്തിന് ഉത്തരവാദിയാക്കാൻ കഴിയില്ലെന്ന് മുൻ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി വാദിച്ചു. 41 വർഷങ്ങൾക്ക് ശേഷം ഇന്നും അതിജീവിക്കുന്ന ആ മനുഷ്യർ വൻ സമരത്തിലാണ്. സ്വന്തം രാജ്യത്തെ ജനതയെ രക്ഷിക്കാൻ ബാധ്യതയുള്ള സർക്കാർ കോർപ്പറേറ്റുകളുടെ കാല് നക്കി അതേ ജനതയെ ഒറ്റുകൊടുക്കുകയാണ്. ഇതൊരു തരം ഇരട്ട ദുരന്തമാണ്. ദുരന്തങ്ങളിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു വന്നവരെ അധികാരവർഗം ഒറ്റുകൊടുക്കുന്ന ദുരന്തം.